Okay, differential equations 1. Differential equationലെ ആദ്യത്തെ വീഡിയോ ആണിത്. ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സെക്കൻഡ് ഓർഡറിലെ ആദ്യത്തെ വീഡിയോ. ഞാൻ NCERT +2-ൻ്റെ 5 വീഡിയോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ട മനസ്സിലായവർക്ക് മാത്രമേ ഇത് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനെപ്പറ്റി ഐഡിയ കിട്ടുള്ളൂ. 5 വീഡിയോ ഉണ്ട്. അതിൽ ആദ്യത്തേനകത്ത് ബേസിക് കൺസെപ്റ്റ്, എങ്ങനെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്നതെന്നുണ്ട്. ദെൻ വേരിയബിൾ സെപ്പറബിൾ, ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ദെൻ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇവിടെ നമ്മൾ അതാണ് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അവിടെ നമ്മൾ എടുത്തത് ഫസ്റ്റ് ഓർഡറാണ്, +2-ൽ പഠിക്കുന്ന ഫസ്റ്റ് ഓർഡറാണ്. ഇവിടെ നിങ്ങൾ പഠിക്കുന്നത് സെക്കൻഡ് ഓർഡറാണ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ അറിയാവുന്നവർക്ക് സെക്കൻഡ് ഓർഡർ പെട്ടെന്ന് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, നമുക്ക് സെക്കൻഡ് ഓർഡർ ഡിഫൈൻ ചെയ്യാം. ഡെഫിനിഷൻ: എ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് സെറ്റ് ടു ബി ലീനിയർ if it can be written the form y2 dash എന്ന് വെച്ചാൽ വൈയുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് പ്ലസ് എഫ് ഓഫ് എക്സ് വൈ ഡാഷ് വൈയുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് പ്ലസ് ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ആർ ഓഫ് എക്സ്. ഇത് ഫങ്ഷൻസ് എഫ് ആൻഡ് ജി ആർ കോൾഡ് കോഎഫിഷ്യന്റ് ഓഫ് ദ ഇക്വേഷൻ. ഇതാണ് നമ്മൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോം. ഇങ്ങനെയാണ്. ഈ എഫും ജിയും കോഎഫിഷ്യൻ്റ് ആണ്. അതിൻ്റെ അകത്ത് എക്സ്, ഈ എഫിൻ്റെ അകത്ത് എക്സിൻ്റെ ഫംഗ്ഷനാണ്, വൈ ഉണ്ടാകാൻ പാടില്ല. ഈ ജിയും എക്സിൻ്റെ ഫംഗ്ഷനാണ്, വൈ ഉണ്ടാകാൻ പാടില്ല. കോൺസ്റ്റൻറ്റോ ആകാം. എഫും ജിയും എക്സിൻ്റെ ഫംഗ്ഷൻസോ കോൺസ്റ്റൻറ്റോ ആകാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു വൈയുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഉണ്ട്, വൈയുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉണ്ട്, വൈ ഉണ്ട്. പിന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എക്സിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതിനെയാണ് നമ്മൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ റൈറ്റ് ഹാൻഡ് സൈഡ് ഇത് 0 ആണെങ്കിൽ, Rx is equal 0 for every x, then equation 1 is set to be homogeneous. ഈ ഇക്വേഷൻ നമ്പർ 1-നെ നമ്മൾ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. ഈ റൈറ്റ് ഹാൻഡ് സൈഡ് ഇല്ലെങ്കിൽ ഇവിടെ 0 ആയിരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ നമ്പർ 1-നെ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. ഇനി ഇക്വേഷൻ നമ്പർ ഈ Rx 0 അല്ലെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമാണ് ഈ ഇക്വേഷൻ നമ്പർ 1. y2 ഡാഷ് വൈയുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് പ്ലസ് എഫ് ഓഫ് എക്സ്, എക്സിൻ്റെ ഒരു ഫംഗ്ഷൻ, അത് എക്സോ എക്സ് സ്ക്വയറോ എക്സ് എന്തും ആകാം, അവിടെ കോൺസ്റ്റൻറ്റും ആകാം, ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ജി ഓഫ് എക്സ്, എക്സിൻ്റെ ഒരു ഫംഗ്ഷൻ ഇൻറ്റു വൈ ഈക്വൽ ടു ആർ ഓഫ് എക്സ്. ഇതാണൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതാ, ഫോർ എക്സാമ്പിൾ y2 ഡാഷ് പ്ലസ് 5 ഓഫ് എക്സ് വൈ ഡാഷ് പ്ലസ് 3x സ്ക്വയർ മൈനസ് 2y ഈക്വൽ ടു 0. ഇതാണ് എഫ്, ഇതാണ് ജി. റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആണ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. ഈ ഇക്വേഷൻ ഒരു ഹോമോജീനിയസ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഓക്കെ, വേറെ ഇക്വേഷൻ നോക്കാം. y2 ഡാഷ് പ്ലസ് 8y ഡാഷ്, ഇവിടെ ഇതാണ് 8, ഇതാണ് എഫ്, പ്ലസ് എക്സ് സ്ക്വയർ വൈ, ഇവിടെ ഇതാണ് ജി, ഇതാണ് ഈക്വൽ ടു e⁻ - x sin x, ഇതാണ് ആർ ഓഫ് എക്സ്. ആർ ഓഫ് എക്സ് 0 അല്ല. അതുകൊണ്ട് ഈ ഇക്വേഷൻ നമ്മൾ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. ഇനി ഇതിനെയാണ് നമ്മൾ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇക്വേഷൻ നമ്പർ 1-നെ ഇതിനെ നമ്മൾ ലീനിയർ എന്നാണ് പറയുന്നത്. ഹോമോജീനിയസ് ലീനിയർ അത് നിങ്ങൾ പ്രത്യേകം ഓർക്കണം. ഇതിനെ നമ്മൾ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നാണ് പറയുന്നത്. ഇനി ഇങ്ങനെ എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ, ഈ ഇക്വേഷൻ നമ്പർ 1 ഇതുപോലെ എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ്, നമ്മൾ എന്ത് പറയും, നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. കണ്ടോ, ഇതിൻ്റെ അകത്ത് എന്തുണ്ട്, y2 ഡാഷിൻ്റെ കൂട്ടത്തിൽ y ഉണ്ട്. y2 ഡാഷ് പ്ലസ് വൈ ഡാഷ് ഈക്വൽ 0. ഈ y2 ഡാഷിൻ്റെ കൂട്ടത്തിൽ y ഉണ്ടാകാൻ പാടില്ല. y2 ഡാഷും y ഡാഷും yയും മാത്രമേ ഉണ്ടാവുള്ളൂ.
ഇവിടെ y2 ഡാഷിന്റെ കൂടുതൽ y ഉണ്ട്. ഇവിടെ എന്താണ് എക്സ് വൈ ഡാഷ് സ്ക്വയർ ഉണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ല, സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ല, ഇത് നോൺ ലീനിയർ ആണ്. ഒന്നും കൂടെ പറയാം, ലീനിയർ ആണെങ്കിൽ, ലീനിയർ ആണ് നമ്മൾ ചെയ്യുന്നത്, ലീനിയർ ആണെങ്കിൽ ഇതുപോലെ വേണം y2 ഡാഷ്, അതിനകത്ത് വേറൊന്നും ഉണ്ടാകാൻ പാടില്ല, പ്ലസ് എ ഫങ്ഷൻ ഓഫ് എക്സ് ഇൻറ്റു വൈ ഡാഷ്, അവിടെ y ഒന്നും ഉണ്ടാകാൻ പാടില്ല, എ ഫങ്ഷൻ ഓഫ് എക്സ് ജി എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു ആർ എക്സ്. ഈ ഫോമിൽ എഴുതാൻ പറ്റുമെങ്കിൽ മാത്രമേ അതൊരു സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആവുള്ളൂ. അത് നിങ്ങൾ ഓർമ്മ വേണം, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഡെഫിനിഷൻ, സൊല്യൂഷൻ ഓഫ് എ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എ ഫങ്ഷൻ y ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ഈസ് കോൾഡ് എ സൊല്യൂഷൻ ഓഫ് എ ലീനിയർ ഓർ നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇറ്റ് സാറ്റിസ്ഫൈസ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇപ്പോൾ y ഈക്വൽ ടു ഫൈ, ഈ ഫൈ ഓഫ് എക്സ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണെന്ന് പറയണമെങ്കിൽ, അതാണ് y ഓഫ് എക്സ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണെന്ന് പറയണമെങ്കിൽ ഫൈ ഓഫ് എക്സ്, ഫൈയെ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഇവിടെ എഴുതുക. അത് കഴിഞ്ഞ് എഫ് ഓഫ് എക്സ് എഴുതി ഫൈയെ 1 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇവിടെ എഴുതുക. ഇനി ഇവിടെ ഫൈയും എഴുതുക. അങ്ങനെ എഴുതി കഴിയുമ്പോൾ ആർ ഓഫ് എക്സ് കിട്ടുമെങ്കിൽ നമ്മൾ ഫൈ എക്സിനെ y ഈക്വൽ ടു ഫൈ ഓഫ് എക്സിനെ, y ഈക്വൽ ടു ഫൈ ഓഫ് എക്സിനെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയും. അപ്പൊ ഇതെന്തായിരിക്കും? അപ്പൊ ഈ ഇക്വേഷൻ എന്തായി മാറും? ഫൈ 2 ഡാഷ് പ്ലസ് എഫ് ഓഫ് എക്സ് ഫൈ ഡാഷ് പ്ലസ് ജി ഓഫ് എക്സ് ഫൈ ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്ന ആർ എക്സ് കിട്ടുമെങ്കിൽ y ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണെന്ന് പറയും. നെക്സ്റ്റ് എക്സാമ്പിൾ 1. വെരിഫൈ ദാറ്റ് ദ ഫംഗ്ഷൻ y ഈക്വൽ ടു കോസ് എക്സ് ആൻഡ് y ഈക്വൽ ടു സൈൻ എക്സ് ആർ ദ സൊല്യൂഷൻസ് ഓഫ് ദ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y2 ഡാഷ് പ്ലസ് y ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് y ഈക്വൽ ടു സൈൻ എക്സും കോസ് എക്സും y ഈക്വൽ ടു സൈൻ എക്സും, ഇതിന്റെ y ഈക്വൽ ടു കോസ് എക്സും y ഈക്വൽ ടു സൈൻ എക്സും ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ y ഈക്വൽ ടു ഇതിന്റെ സൊല്യൂഷൻ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. y ഈക്വൽ ടു കോസ് എക്സ് എടുക്കുക. അപ്പോൾ y ഡാഷ് എന്തായിരിക്കും? കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. y2 ഡാഷ് എക്സ് എന്തായിരിക്കും? y2 ഡാഷ് കോസ് എക്സ് ആണ്. അപ്പം ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ y2 ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് കോസ് എക്സ് പ്ലസ് y എന്ന് പറയുന്നത് എന്താണ്? പ്ലസ് കോസ് എക്സ്. അപ്പോൾ മൈനസ് കോസ് എക്സ് പ്ലസ് കോസ് എക്സ് എന്തായിരിക്കും? 0. ഇത് കിട്ടുന്നുണ്ട്, ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും? y ഈക്വൽ ടു കോസ് എക്സ് ഇത് ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഒരു സൊല്യൂഷനാണ്. ഇനി നമുക്ക് സൈൻ എക്സ് നോക്കാം. y ഡാഷ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് y ഡാഷ് എന്തായിരിക്കും? y സൈൻ എക്സ് ആണെങ്കിൽ y ഡാഷ് എന്തായിരിക്കും? കോസ് എക്സ്. y2 ഡാഷ് എന്തായിരിക്കും? മൈനസ് സൈൻ എക്സ്. അപ്പോൾ y2 ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മൈനസ് സൈൻ എക്സ് പ്ലസ് y2 ഡാഷ് പ്ലസ് y എന്തായിരിക്കും? y എന്ന് പറയുന്നത് എന്താണ്? സൈൻ എക്സ് ആണ്. പ്ലസ് സൈൻ എക്സ് എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 0 കിട്ടുന്നുണ്ടോ നോക്കുക. 0 കിട്ടുന്നുണ്ട്, ഉണ്ടോ? 0 ഇതാ ഈ ഇക്വേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ y ഈക്വൽ ടു സൈൻ എക്സും ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഒരു സൊല്യൂഷൻ ആണ്. അങ്ങനെയാണ് നോക്കുന്നത്. അപ്പോൾ y ഈക്വൽ ടു കോസ് എക്സും y ഈക്വൽ ടു സൈൻ എക്സും ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. y ഈക്വൽ ടു സൈൻ എക്സും y ഈക്വൽ ടു കോസ് എക്സും ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ്. ഇത് ഹോമോജീനിയസ് ആണ്. റൈറ്റ് സൈഡ് 0 ആയതുകൊണ്ട് ഇതിനെ ഹോമോജീനിയസ് എന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും നോക്കേണ്ടതുള്ളൂ. 2 പ്രാവശ്യം y2 ഡാഷ്, അപ്പൊ കോസ് എക്സ് എടുത്ത് 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ മൈനസ് കോസ് എക്സ് കിട്ടും. പ്ലസ് കോസ് എക്സ് ഈക്വൽ ടു 0 ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി y ഈക്വൽ ടു ഇതിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മൾ y ഈക്വൽ ടു എക്സ് സ്ക്വയർ എടുക്കുക. y ഈക്വൽ ടു എക്സ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ y ഡാഷ് എന്തായിരിക്കും? y ഡാഷ് ഈക്വൽ ടു 2x. y2 ഡാഷ് എന്തായിരിക്കും? 2. അപ്പൊ ഇതെന്താവും?
2 ഈ y2 ഡാഷ് എന്ന് പറഞ്ഞാൽ 2 പ്ലസ് y എന്താണ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 0 കിട്ടുമോ? ഇല്ല, 0 കിട്ടൂല. നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ y ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇതിന്റെ ഒരു സൊല്യൂഷൻ ഇല്ല, അല്ല. അതാണ് നിങ്ങൾ ഓർക്കുന്നത്. ഓക്കെ, ഇതാണ് എക്സാമ്പിൾ 2. വെരിഫൈ ദാറ്റ് ദ ഫംഗ്ഷൻ y ഈക്വൽ ടു e to the power minus 2x and y equal to e power x are solutions of homogeneous linear differential equation y2 dash plus y dash minus 2y equal to 0. അപ്പോൾ ആദ്യം y ഈക്വൽ ടു ഇതാണ്, y ഈക്വൽ ടു e പവർ മൈനസ് 2x എടുത്തു. അപ്പോൾ അതിനെ ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. y ഡാഷ് ഈക്വൽ ടു എന്താ മൈനസ് 2 e to the power minus 2x. ഇതിനെ ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്തു y2 ഡാഷ്, അതെന്തായിരിക്കും 4 e to the power minus 2x. അങ്ങനെ കിട്ടി. ഇനി നമ്മൾ ഇവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. y2 ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ്, അത് എഴുതി. പിന്നെ y ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ്, അത് എഴുതി. ദെൻ മൈനസ് 2 എഴുതി, മൈനസ് 2 y എഴുതി. y ഇതാണ്. ഈക്വൽ ടു എന്തായിരിക്കും? ഇത് ഈക്വൽ ടു എന്തായിരിക്കും? 0 കിട്ടുന്നുണ്ട്. ഓക്കെ, ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്? y ഈക്വൽ ടു ഇ പവർ മൈനസ് 2x, y ഈക്വൽ ടു ഇ പവർ മൈനസ് 2x ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഒരു സൊല്യൂഷനാണ്. അതുപോലെ നിങ്ങൾക്ക് നോക്കാം, y ഈക്വൽ ടു ഇ പവർ എക്സും ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിരിക്കും. y ഈക്വൽ ടു ഇ പവർ എക്സ്, അങ്ങനെയാണ് y ഡാഷ് എന്തായിരിക്കും? y ഡാഷ് ഈക്വൽ ടു ഇ പവർ എക്സ്. അങ്ങനെ y2 ഡാഷ് എക്സ് എന്തായിരിക്കും? y2 ഡാഷ് എന്തായിരിക്കും? ഇ പവർ എക്സ്. എല്ലാം അത് തന്നെയായിരിക്കും. അപ്പം y ഡാഷ് പ്ലസ് y2 ഡാഷ് ദാറ്റ് ഈസ് ഇ പവർ എക്സ് പ്ലസ് ഇ പവർ എക്സ് മൈനസ് 2 ഇ പവർ എക്സ് എന്തായിരിക്കും? 0 കിട്ടുന്നുണ്ടോ നോക്കാം. 2 ഇതാ, ഇത് 2 ഇ പവർ എക്സ് മൈനസ് 2 ഇ പവർ എക്സ് ഈക്വൽ ടു 0. ഇത് കിട്ടുന്നുണ്ട്, 0 കിട്ടുന്നുണ്ട്. അതുകൊണ്ട് y ഈക്വൽ ടു ഇ പവർ എക്സും ഒരു സൊല്യൂഷനാണ്. ഓക്കെ, ദെൻ തിയറം 1, ഫണ്ടമെന്റൽ തിയറം. ഇതാണ് ഫണ്ടമെന്റൽ തിയറം വെച്ച് ലീനിയാരിറ്റി ഓർ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയും. ദാറ്റ് ഈസ് ഈ φ1 ആൻഡ് φ2 ആർ 2 സൊല്യൂഷൻസ് ഓഫ് ദ ഇക്വേഷൻ y2 ഡാഷ് പ്ലസ് എഫ് ഓഫ് എക്സ് വൈ ഡാഷ് പ്ലസ് ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ φ1ഉം φ2ഉം ഈ ഇക്വേഷൻ നമ്പർ 2ന്റെ ഇതിന്റെ രണ്ട് സൊല്യൂഷൻ ആണെങ്കിൽ C1 φ1x plus C2 φ2x also a solution of 2. അങ്ങനെയാണ് φ1ഉം φ2ഉം സൊല്യൂഷൻ ആണെങ്കിൽ C1 φ1x പ്ലസ് C2 φ2x എന്തായിരിക്കും? ഈ ഇക്വേഷൻ നമ്പർ 2ന്റെ ഇതിന്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കും. C1ഉം C2 എന്തായിരിക്കും? C1 ആൻഡ് C2 ആർ ആർബിട്രറി കോൺസ്റ്റന്റ്. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറമാണിത്. C1ഉം അല്ല φ1ഉം φ2ഉം ഈ ഇത് ഹോമോജീനിയസ് ആയിരിക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. φ1ഉം φ2ഉം ഈ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണെങ്കിൽ C1 φ1 പ്ലസ് C2 φ2ഉം ഈ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇതിന്റെ ഒരു സൊല്യൂഷൻ ആണെന്ന് വിചാരിക്കുക, സൈൻ എക്സ് ഇതിന്റെ ഒരു സൊല്യൂഷൻ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫൈ സൈൻ എക്സ് ഇതിന്റെ ഒരു സൊല്യൂഷൻ, അല്ല സൈൻ എക്സും പിന്നെ വേറൊരു സൊല്യൂഷനാണ് കോസ് എക്സ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫൈ സൈൻ എക്സ് ഇതിന്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കും. അതുപോലെ അപ്പോൾ ഈ സൈൻ എക്സിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി അതുപോലെ തന്നെ 7 കോസ് എക്സ് ഇതിന്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കും. 7 കോസ് എക്സ് ഇതിന്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കും. അതുപോലെ തന്നെ 5 സൈൻ എക്സ് പ്ലസ് 7 കോസ് എക്സ് ഇതിന്റെ ഒരു ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കും. അപ്പൊ ഇതാണ് ഇവിടെ C1 എന്ന് പറയുന്ന 5ഉം C2 എന്ന് പറയുന്ന 7ഉമാണ്. അത് നിങ്ങൾ ഓർക്കണം. ഇതിനെയാണ് നമ്മൾ ലീനിയാരിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ടെക്നിക്കലായിട്ട് പറയുവാണെങ്കിൽ എനി ലീനിയർ കോമ്പിനേഷൻ ഓഫ് സൊല്യൂഷൻ ഓഫ് ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ 2 ഈസ് അഗെയിൻ എ സൊല്യൂഷൻ ഓഫ് 2 എന്ന് പറഞ്ഞാൽ C1 φ1 പ്ലസ് C2 φ2 ഒരു സൊല്യൂഷൻ ആയിരിക്കും. φ1ഉം φ2ഉം ഇക്വേഷൻ നമ്പർ 2ന്റെ സൊല്യൂഷൻ ആണെങ്കിൽ, ഇക്വേഷൻ നമ്പർ 2 ഇതാണ്, ഇക്വേഷൻ നമ്പർ 2ന്റെ സൊല്യൂഷൻ ആണ് φ1ഉം φ2 എങ്കിൽ
C1 ∅1ഉം C2 ∅2ഉം ഇക്വേഷൻ നമ്പർ 2ന്റെ സൊല്യൂഷൻ ആയിരിക്കും. അതാണ് നിങ്ങളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, അത് നമുക്ക് ഒന്ന് നോക്കാം. വെരിഫൈ ദാറ്റ് ദ ഫംഗ്ഷൻ y ഈക്വൽ ടു 7 cos x and y equal to root 2 cos x plus sin 9 sin x are solutions of the homogeneous linear differential equation y2 dash plus y equal to 0. നമ്മൾ എക്സാമ്പിൾ നമ്പർ 1ൽ ചെയ്തിട്ടുണ്ട്. ഇത് സൈൻ എക്സ് കോസ് എക്സ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ആണെന്ന് ചെയ്തിട്ടുണ്ട്. സൈൻ എക്സും ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ആണെന്ന് നമ്മൾ ഇപ്പോൾ ചെയ്തു. കോസ് എക്സും ഇതിൻ്റെ ഒരു സൊല്യൂഷനാണ്, സൈൻ എക്സും ഇതിൻ്റെ ഒരു സൊല്യൂഷനാണ്. അങ്ങനെ ഞങ്ങൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? കോസ് എക്സ് പ്ലസ് എനി ലീനിയർ കോമ്പിനേഷൻ ഓഫ് കോസ് എക്സ് ആൻഡ് സൈൻ എക്സ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കോസ് എക്സ് ഒരു സൊല്യൂഷൻ ആണെങ്കിൽ 7 cos x ഒരു സൊല്യൂഷൻ ആയിരിക്കും. അതാണ്, അത് നമ്മൾ പറഞ്ഞു. ഇനി കോസ് എക്സും സൈൻ എക്സും ഒരു സൊല്യൂഷൻ ആണെങ്കിൽ C1 cos x, C1 എന്നുള്ളത് √2 എടുക്കുക C1 ആയിട്ട്, C2 എന്നുള്ളത് 9 എടുക്കുക. അപ്പോൾ y ഈക്വൽ ടു √2 cos x പ്ലസ് C2 ഈക്വൽ ടു 9 എടുക്കുക. അപ്പോൾ y ഈക്വൽ ടു √2 cos x പ്ലസ് 9 sin x ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കും. ഇതാ കോസ് എക്സും സൈൻ എക്സും ഇതിൻ്റെ സൊല്യൂഷനാണെന്ന് നമുക്കറിയാം. ഇതിൻ്റെ ഡിഫറൻഷ്യൽ സൊല്യൂഷൻ ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ കോസ് എക്സിനെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, സൈൻ എക്സിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുമ്പോഴും ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കും. ഇത് പ്രത്യേകം ഓർക്കേണ്ടത് ഇതാ, അറ്റൻഷൻ, ഇത് ഫണ്ടമെന്റൽ തിയറം ഡസ് നോട്ട് ഹോൾഡ് ഫോർ നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇപ്പോൾ ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ഈ 0യ്ക്ക് പകരം ഇവിടെ വേറെ ഏതെങ്കിലും നമ്പർ ആണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ 5 അല്ലെങ്കിൽ എക്സ് എന്നൊക്കെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് നോൺ ഹോമോജീനിയസ് ആയിരിക്കും. അപ്പോൾ ഈ സൂപ്പർ ഇത് കിട്ടൂല, ഫണ്ടമെന്റൽ തിയറം ഹോൾഡ് ചെയ്യല. C1 y1x പ്ലസ് C2 y2x സൊല്യൂഷൻ ആയിരിക്കില്ല. C1 ∅1x പ്ലസ് C2 ∅2x സൊല്യൂഷൻ ആയിരിക്കില്ല. നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ശരിയാവൂല. അതുപോലെ തന്നെ നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനും ഈ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ശരിയാവൂല. അത് നിങ്ങൾ ഓർമ്മ വേണം. അതിന് എക്സാമ്പിൾ പറയാൻ വേണമെങ്കിൽ ഇതാ, എക്സാമ്പിൾ 4, എ നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ വിച്ച് ഫണ്ടമെന്റൽ തിയറം ഫെയിൽ. ഫണ്ടമെന്റൽ തിയറം നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ശരിയാവൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ഈക്വൽ ടു 1 പ്ലസ് കോസ് എക്സും y ഈക്വൽ ടു 1 പ്ലസ് സൈൻ എക്സും എന്താണ്? y2 ഡാഷ് പ്ലസ് y ഈക്വൽ ടു 1ന്റെ സൊല്യൂഷനാണ്. അത് നിങ്ങൾ ഓർമ്മ വേണം. y2 ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ y2 ഡാഷ് എന്ന് പറയുന്നത് y ഡാഷ് എന്താ? y ഈക്വൽ ടു 1 പ്ലസ് സൈൻ എക്സ്. y ഡാഷ് എന്തായിരിക്കും? y ഡാഷ് ഈക്വൽ ടു 1 പ്ലസ് കോസ് എക്സ്. y2 ഡാഷ് എന്തായിരിക്കും? y ഈക്വൽ ടു y ഡാഷ് ഈക്വൽ ടു കോസ് എക്സ്. y2 ഡാഷ് എക്സ് എന്തായിരിക്കും? മൈനസ് സൈൻ എക്സ്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യിക്കുക. അപ്പോൾ y2 ഡാഷ് എന്ന് പറയുന്നത് എന്തായിരിക്കും? y2 ഡാഷ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് സൈൻ എക്സ് പ്ലസ് y എന്ന് പറയുന്നത് 1 പ്ലസ് സൈൻ എക്സ്. ആൻസർ എന്താണ്? y2 ഡാഷ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ്. y2 ഡാഷ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് പ്ലസ് 1 പ്ലസ് സൈൻ എക്സ് ഈക്വൽ ടു എന്താണ്? 1. ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ 1 പ്ലസ് കോസ് എക്സും 1 പ്ലസ് സൈൻ എക്സും ഇതിൻ്റെ സൊല്യൂഷനാണ്. ഇപ്പം നമ്മൾ 1 പ്ലസ് സൈൻ എക്സ് ഇതിൻ്റെ സൊല്യൂഷനാണെന്നാണ് നമ്മൾ ചെയ്തത്. ഇപ്പോൾ നമ്മൾ ചെയ്തത് 1 പ്ലസ് സൈൻ എക്സ് ഇതിൻ്റെ ഈ ഇക്വേഷൻ്റെ സൊല്യൂഷനാണെന്ന് പ്രൂവ് ചെയ്തു. അതുപോലെ തന്നെ 1 പ്ലസ് കോസ് എക്സും ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. അങ്ങനെയാണെങ്കിൽ ഈ 1 പ്ലസ് കോസ് എക്സിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 1 പ്ലസ് കോസ് എക്സ് അത് ഇതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കില്ല. ഇത് നോൺ ഹോമോജീനിയസ് ആയതുകൊണ്ട് അത് ഇതിൻ്റെ സൊല്യൂഷൻ അല്ല. നമ്മൾ ചെയ്ത് നോക്കി അറിയാം, അത് ഇതിൻ്റെ സൊല്യൂഷൻ അല്ല. അതുപോലെ തന്നെ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 1 പ്ലസ് കോസ് എക്സ് പ്ലസ് 1 പ്ലസ് സൈൻ എക്സും ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ആവില്ല. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്
സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ശരിയാവൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C1 5-1x പ്ലസ് C2 5-2x നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന് ശരിയാവൂല. 5-1 5-2 ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണെങ്കിൽ C1 5-1x പ്ലസ് C2 5-2x ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആകണമെന്ന് ആകണമെന്ന് നിർബന്ധമില്ല. അതാണ്. ഓക്കെ, നെക്സ്റ്റ് നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതാ എക്സാമ്പിൾ 5 നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇപ്പോൾ y = x² ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷനാണ്. y = 1 ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷനാണ്. y = 1 എടുത്തു കഴിഞ്ഞാൽ y2' എന്തായിരിക്കും? y2' എന്ന് പറഞ്ഞാൽ 0 ആണ്. y' 0 ആണ്. 0 - 0 0. അതുപോലെ തന്നെ y = x² എടുത്ത് നോക്കുക. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കുക, എന്നാലും 0 കിട്ടും. അപ്പോൾ എന്താ? y = x²ഉം y = 1 ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷനാണ്. പക്ഷേ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്? നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതുകൊണ്ട് y = x² ഇതിന്റെ സൊല്യൂഷൻ ആണെങ്കിൽ അതിനെ ഒരു കോൺസ്റ്റന്റ് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -x² ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ അല്ല. അതുപോലെ തന്നെ ഇത് നോൺ ലീനിയർ ആയതുകൊണ്ട് x² ഇതിന്റെ സൊല്യൂഷനാണ്, 1 ഇതിന്റെ സൊല്യൂഷനാണ്. പക്ഷേ x² + 1 ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻ അല്ല, കാരണം ഇത് നോൺ ലീനിയർ ആയതുകൊണ്ട്. അപ്പോൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ 5-1 5-2 ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണെങ്കിൽ, ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണെങ്കിൽ 5-1 5-2 ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണെങ്കിൽ C1 5-1 C2 5-2 ഇതിന്റെ സൊല്യൂഷൻ ആയിരിക്കും. അതാണ് നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അത് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരുന്നോണം. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഇതാണ് 5-1 5-2 ഹോമോജീനിയസ് സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻ ആണെങ്കിൽ C1 5-1x പ്ലസ് C2 5-2x ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ജനറൽ സൊല്യൂഷൻ ആൻഡ് ബേസിസ് ഡെഫിനിഷൻ. എ സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സെക്കൻഡ് ഓർഡർ ലീനിയർ ഓർ നോട്ട് ഈസ് കോൾഡ് എ ജനറൽ സൊല്യൂഷൻ if it contains two arbitrary independent constants. Here independent means the solution cannot be reduced to a form containing only one arbitrary constant or none. If we assign particular values to the arbitrary constant in the general solution, then we obtain a particular solution. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഉദാഹരണം നോക്കാം. y2' പ്ലസ് y = 0യുടെ സൊല്യൂഷനാണ് cos xും sin xും. അങ്ങനെയാണ് ഇതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ആൻസറിൻ്റെ അകത്ത് 2 ആർബിട്രറി കോൺസ്റ്റന്റ് വേണം എന്ന് പറഞ്ഞാൽ C1 cos x പ്ലസ് C2 sin x ഇതിന്റെ ഒരു ജനറൽ സൊല്യൂഷനാണ്. എന്താ? ഇവിടെ C1ഉം C2 ഉണ്ട്, C1 C2 ഉണ്ട്. പക്ഷെ നമ്മൾ ഇതാ ഇവിടെ ഇങ്ങനെ എഴുതാൻ പാടില്ല. C1 പ്ലസ് C2 cos x പ്ലസ് sin x എന്ന് എഴുതാൻ പാടില്ല. ഇതിന്റെ ജനറൽ സൊല്യൂഷൻ അല്ല. കാരണം എന്താ? C1 പ്ലസ് C2 എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റന്റ് ആയി പോകും. അപ്പൊ അതിനെ നമ്മൾ C3 എന്ന് എടുത്തു കഴിഞ്ഞാൽ C3 cos x പ്ലസ് sin x അത് ഇതിന്റെ ജനറൽ സൊല്യൂഷൻ അല്ല. അപ്പൊ ഇതിന്റെ ജനറൽ സൊല്യൂഷൻ y2' പ്ലസ് y = 0 എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതിന്റെ ജനറൽ സൊല്യൂഷൻ്റെ അകത്ത് 2 ആർബിട്രറി കോൺസ്റ്റന്റ് വേണം. 2 C1ഉം C2ഉം 2ആയിട്ട് നിൽക്കണം. അപ്പൊ ഇതാണ് അതിന്റെ ജനറൽ സൊല്യൂഷൻ. C1 cos x പ്ലസ് C2 sin x ആണ് അതിന്റെ ജനറൽ സൊല്യൂഷൻ. cos xും sin xും അതിന്റെ സൊല്യൂഷനാണ്. പക്ഷെ C1 cos x പ്ലസ് C2 sin x ആണ് അതിന്റെ ജനറൽ സൊല്യൂഷൻ. ഇനി പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ജനറൽ സൊല്യൂഷനിൽ നമ്മൾ എന്തെങ്കിലും പർട്ടിക്കുലർ വാല്യൂസ് കൊടുത്താൽ കിട്ടുന്നതാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ. എന്ന് പറഞ്ഞാൽ C1 നമ്മൾ 2 എന്ന് കൊടുക്കുക, C1 2 എന്ന് കൊടുക്കുക, C2 3 എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ 2 cos x പ്ലസ് 3 sin x ഈ y2' പ്ലസ് y = 0യുടെ ഒരു പർട്ടിക്കുലർ സൊല്യൂഷനാണ്. അതാണ്. അപ്പം നമുക്ക് ഒരു
ജനറൽ സൊല്യൂഷനകത്ത് എന്തുണ്ടാവും? 2 ആർബിട്രറി കോൺസ്റ്റന്റ് വേണം. ജനറൽ സൊല്യൂഷൻ 2 ആർബിട്രറി കോൺസ്റ്റന്റ് വേണം. അത് 2 ആർബിട്രറി കോൺസ്റ്റന്റ് കൂടെ കൂട്ടി യോജിപ്പിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പർട്ടിക്കുലർ സൊല്യൂഷനകത്ത് എന്ത് വേണം? ആർബിട്രറി കോൺസ്റ്റന്റിന് പർട്ടിക്കുലർ വാല്യൂസ് കൊടുത്താൽ പർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടും. ഇതാണ് നിങ്ങൾ ഇവിടെ പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ഇപ്പൊ അതാണ് നമ്മൾ പർട്ടിക്കുലർ സൊല്യൂഷൻ. ഒന്നും കൂടെ പറയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് 2 ആർബിട്രറി കോൺസ്റ്റന്റ് വേണം. C1ഉം C2ഉം വേണം. അത് രണ്ടും കൂടി ആഡ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലായിരിക്കണം. ഇനി C1ഉം C2നും പർട്ടിക്കുലർ വാല്യൂസ് കൊടുത്താൽ അതിന്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയും. Then definition: two functions y1x and y2 are said to be linearly dependent on an interval I where both the functions are defined if they are proportional or I. ലീനിയർലി ഡിപ്പെൻഡന്റ് ആണെങ്കിൽ y1ഉം y2ഉം ലീനിയർലി ഡിപ്പെൻഡന്റ് ആണെങ്കിൽ y1 y2വിന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കണം. y1 ഈക്വൽ ടു k y2 ഓർ y2 ഈക്വൽ ടു y2 y1ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കണം. അതാണ് y1ഉം y2ഉം ലീനിയർലി ഡിപ്പെൻഡന്റ് ആണെങ്കിൽ y1 എന്തായിരിക്കണം? y2വിന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കണം. കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ. ഈ k എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കണം. ഈ k ഒരു കോൺസ്റ്റന്റ് ആയിരിക്കണം. x ഒന്നും ആകാൻ പാടില്ല. k 2 3 -2 -3/2 അങ്ങനെ ആയിരിക്കണം. അല്ലെങ്കിൽ y2 ഈക്വൽ ടു ly1. L എന്തായിരിക്കണം? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കണം. അതാണ്. അങ്ങനെയാണെങ്കിൽ ലീനിയർലി ഡിപ്പെൻഡന്റ് എന്ന് പറയും. y1ഉം y2ഉം ലീനിയർലി ഡിപ്പെൻഡന്റ് എന്ന് പറയും. If the functions are not proportional on I, they are said to be linearly independent. അങ്ങനെയാണെങ്കിൽ y1ഉം y2ഉം ലീനിയർലി ഡിപ്പെൻഡന്റ് അല്ലെങ്കിൽ y1നെയും y2നെയും നമ്മൾ എന്ത് പറയും? ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡന്റ് ആണോ എന്ന് നോക്കാൻ y1/y2 നിങ്ങൾ നോക്കുക. y1/y2 നോക്കുക. y1/y2 ഇവിടെ എന്താ കിട്ടുക? y1/y2 നോക്കുക. അതൊരു കോൺസ്റ്റന്റ്. എക്സോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു k ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ y1ഉം y2ഉം ലീനിയർലി ഡിപ്പെൻഡന്റ് ആണ്. y1/y2 ഈക്വൽ ടു എക്സോ അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻസോ ആണെങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അതാണ് നിങ്ങൾ ഓർമ്മ വേണ്ടത്. ഇതാ ഇവിടെ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഫംഗ്ഷൻ y1 ഈക്വൽ ടു 6x, y2 ഈക്വൽ ടു 4x. y1/y2 എന്താ? 6/4x. ഇതാണ് k. അപ്പൊ എന്താ? y1ഉം y2ഉം ലീനിയർലി ഡിപ്പെൻഡന്റ് ആണ്. ലീനിയർലി ഡിപ്പെൻഡന്റ് പറഞ്ഞാൽ ലീനിയർലി ബന്ധമുണ്ട്. y1ഉം y2ഉം തമ്മിലൊരു ബന്ധമുണ്ട്. ഡിപ്പെൻഡന്റ് ആണ്. നോക്ക്, ഇത് y1 ഈക്വൽ ടു x², y2 ഈക്വൽ ടു x ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ്. എന്താ? y1/y2 ഈസ് ഈക്വൽ ടു x ആണ്, ഒരു കോൺസ്റ്റന്റ് അല്ല. അപ്പൊ y1ഉം y2ഉം തമ്മിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പറയും, ബന്ധമില്ല എന്ന് പറയും. y1/y2 ഈസ് നോട്ട് എ കോൺസ്റ്റന്റ്. അതാണ്. അപ്പം y1 ഈക്വൽ ടു k ഇൻറ്റു y2 എന്ന് എഴുതാൻ പറ്റുന്നില്ല ഈ കേസിൽ. അല്ലെങ്കിൽ y2 ഈക്വൽ ടു l ഇൻറ്റു y1 എന്ന് എഴുതാൻ പറ്റൂല ഈ കേസിൽ. അങ്ങനെ എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ്. ഇത് നിങ്ങൾ ഇതിനു മുമ്പും പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, y1/y2 ഈക്വൽ ടു അതിനകത്ത് x ഉണ്ടെങ്കിൽ അത് ലീനിയർലി ഡിപ്പെൻഡന്റ് ആണ്. ലീനിയർലി ഡിപ്പെൻഡന്റ് ആണ്, അല്ലെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അതാണ്. ലീനിയർലി ഡിപ്പെൻഡന്റ് എന്ന് പറയുന്ന ഇത് y1 ഈക്വൽ ടു 6x ആൻഡ് y2 ഈക്വൽ ടു 4x ലീനിയർലി ഡിപ്പെൻഡന്റ് ആണ്, ബന്ധമുണ്ട്. y1 ഈക്വൽ ടു x²ഉം y2 ഈക്വൽ ടു x² ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്, ബന്ധമില്ല. y1/y2 x ആണ്. അതാണ് നോക്കണ്ടേ. ഇവിടെ y1/y2 y1/y2 ഇവിടെ എന്താ? y1/y2 6/4 ആണ്. ഇവിടെ y1/y2 6/4 ആണ്. y1/y2 6/4 ആണ്, ഒരു കോൺസ്റ്റന്റ് ആണ്. ഇവിടെ y1/y2 x ആണ്. അതുകൊണ്ട് ഇവിടെ ഈ കേസിൽ y1ഉം y2ഉം ലീനിയർലി ഡിപ്പെൻഡന്റ് ആണ്. ഈ കേസിൽ y1ഉം y2ഉം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ഇനി നോക്കാം. cos x ആൻഡ് sin x ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. cos x/sin x എന്താണ്? tan x ആണ്. അത് കോൺസ്റ്റന്റ് അല്ല, അതുകൊണ്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. e പവർ 2x ഡിവൈഡ് e പവർ -2x e പവർ 2x ഡിവൈഡ് ബൈ e പവർ -2x എന്താ? ഒരു കോൺസ്റ്റന്റ് അല്ല, അതുകൊണ്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ഇനി y1 ഈക്വൽ ടു x y2 ഈക്വൽ ടു x+1
എക്സ് ബൈ എക്സ് പ്ലസ് വൺ എന്താ ഒരു കോൺസ്റ്റന്റ് അല്ല, അതുകൊണ്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. y1 ബൈ y2 കോൺസ്റ്റന്റ് ആണെങ്കിൽ മാത്രമേ ലീനിയർലി ഡിപ്പെൻഡന്റ് ആകുകയുള്ളൂ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ഡെഫിനിഷൻ ബേസിസ്. Two linearly independent solution of the homogeneous linear second order differential equation y2 dash plus f of x y dash plus g of x y equal to 0 on an interval I is called a basis or fundamental system of solutions of y2 dash plus f of x y dash plus g of x y equal to r of x. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ y2 dash plus y ഈക്വൽ ടു 0യുടെ രണ്ട് സൊല്യൂഷനാണ് സൈൻ എക്സും കോസ് എക്സും. ഈ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന ടാൻ എക്സ് ആണ്. അപ്പം അത് ലീനിയർലി ഒരു കോൺസ്റ്റന്റ് അല്ല. സൈൻ എക്സ് ബൈ കോസ് എക്സ് y1 ഈക്വൽ ടു സൈൻ എക്സ് എന്നെടുക്കുക, y1 ഈക്വൽ ടു സൈൻ എക്സ് എന്നെടുക്കുക, y2 ഈക്വൽ ടു കോസ് എക്സ് എന്നെടുക്കുക. y1 ബൈ y2 എന്താ ടാൻ എക്സ് ആണ്, ഒരു കോൺസ്റ്റന്റ് അല്ല. അതുകൊണ്ട് സൈൻ എക്സും കോസ് എക്സും എന്താണ്, ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അത് ഇതിൻ്റെ ഒരു സൊല്യൂഷനുമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് സൈൻ എക്സും കോസ് എക്സും. അതിൻ്റെ ബേസിസ് എന്ന് പറയും, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ബേസിസ് എന്ന് പറയും, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ സിസ്റ്റം ഓഫ് സൊല്യൂഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടെ പറയാം, ബേസിസ് എ ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ. അപ്പോൾ ഈ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന് രണ്ട് സൊല്യൂഷൻ ഉണ്ടാവും. ആ രണ്ട് സൊല്യൂഷനും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ അതിനെ ബേസിസ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ സിസ്റ്റം ഓഫ് സൊല്യൂഷൻ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഇതാ y2 dash x പ്ലസ് y ഈക്വൽ ടു 0യുടെ രണ്ട് സൊല്യൂഷനാണ് സൈൻ എക്സും കോസ് എക്സും. സൈൻ എക്സും കോസ് എക്സും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അതുകൊണ്ട് സൈൻ എക്സിനെയും കോസ് എക്സിനെയും നമ്മൾ പറയും ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതാ ഈ y2 dash x പ്ലസ് y ഈക്വൽ ടു 0യുടെ ബേസിസ് എന്ന് പറയും, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ സിസ്റ്റം ഓഫ് സൊല്യൂഷൻസ് എന്ന് പറയും. അപ്പൊ നമ്മൾ ആദ്യം ഫണ്ടമെന്റൽ സിസ്റ്റം ഓഫ് സൊല്യൂഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ സൊല്യൂഷൻ, അത് കഴിഞ്ഞ് ഇത് നോക്ക്, ഇനി ഫണ്ടമെന്റൽ സിസ്റ്റം കിട്ടി. അത് കഴിഞ്ഞാൽ ഇതാ തിയറം, ഇതാണ് ഇമ്പോർട്ടന്റ് തിയറം. എ സൊല്യൂഷൻ y ഈക്വൽ ടു y of x equal to c1 y1x plus c2 y2x. c1 and c2 are arbitrary constant is a general solution of the homogeneous second order differential equation y2 dash plus f of x y dash plus g of x y equal to 0 on an interval I of the x-axis if and only if y1 and y2 constitute a basis of solutions of the differential equation on I. If and only if they are not proportional on I. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ y2 dash പ്ലസ് y2 dash x പ്ലസ് y dash ഈക്വൽ ടു 0യുടെ രണ്ട് സൊല്യൂഷനാണ് y1 ഈക്വൽ ടു കോസ് എക്സും y2 ഈക്വൽ ടു സൈൻ എക്സും. y1ഉം y2ഉം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. y1 ബൈ y2 ഒരു കോൺസ്റ്റന്റ് അല്ല. അതുകൊണ്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫണ്ടമെന്റൽ സിസ്റ്റം ഓഫ് സൊല്യൂഷനാണ് y1ഉം y2ഉം. അങ്ങനെയാണെങ്കിൽ അത് y1ഉം y2ഉം ഫണ്ടമെന്റൽ സൊല്യൂഷൻ ആണെങ്കിൽ c1 y1x പ്ലസ് c2 y2xനെ നമ്മൾ ജനറൽ സൊല്യൂഷൻ എന്ന് പറയും. ഇതാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. അതാണ്. അപ്പോൾ നമ്മൾ രണ്ട് പ്രോബ്ലം ചെയ്യാം. എക്സാമ്പിൾ നമ്പർ 7 ഇതാ. ഇറ്റ് ക്യാൻ ബി വെരിഫൈഡ് ദാറ്റ് ഫംഗ്ഷൻ y1 ഈക്വൽ ടു e പവർ മൈനസ് എക്സ് and y2 equal to e power 2x are solutions of the equation y2 dash minus y dash minus 2y equal to 0. ഇതാ y1 എന്ന് പറയുന്നത് e പവർ മൈനസ് എക്സ്, y2 എന്ന് പറയുന്നത് e പവർ 2x. ആദ്യം e പവർ മൈനസ് എക്സ് ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഈ ഇക്വേഷൻ്റെ അകത്ത് അപ്പോൾ ആദ്യം y1 ഉണ്ട്, അതിനെ രണ്ട് പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക, മൈനസ് y1 ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക, മൈനസ് 2 ഇൻറ്റു y1, അപ്പോൾ 0 കിട്ടും. അപ്പോൾ y1 അതിൻ്റെ ഒരു സൊല്യൂഷനാണ്. ഇനി y2ഉം അതുപോലെ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. ഈ y2ഉം ഇതിന് സൊല്യൂഷനാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ y1ഉം y2ഉം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. y1ഉം y2ഉം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. ഇനി y1 ബൈ y2 എന്താ? e പവർ മൈനസ് 3x ആണ്, ഒരു കോൺസ്റ്റന്റ് അല്ല.
അപ്പോൾ y1ഉം y2ഉം ഇതിന്റെ ബേസിസ് ആണ്, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ സൊല്യൂഷനാണ്. ഈ y1ഉം y2ഉം അത് ഒരു കോൺസ്റ്റന്റ് അല്ല, അതുകൊണ്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അതുകൊണ്ട് അതിന് നമ്മളൊരു ബേസിസ് എന്ന് പറയും, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ സൊല്യൂഷൻ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ y ഈക്വൽ ടു c1x, y ഈക്വൽ ടു c1 e പവർ മൈനസ് എക്സ് പ്ലസ് c2 e പവർ 2x ഈസ് ദ ജനറൽ സൊല്യൂഷൻ. അതാണ് ജനറൽ സൊല്യൂഷൻ. അപ്പൊ ഈ സൊല്യൂഷൻ, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ ഫണ്ടമെന്റൽ സൊല്യൂഷൻ അല്ലെങ്കിൽ ബേസിസ് ആണ്, ഫണ്ടമെന്റൽ സൊല്യൂഷൻ ആണ് ഇ പവർ മൈനസ് എക്സും ഇ പവർ 2xും. അത് രണ്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ y ഈക്വൽ ടു c1 e പവർ മൈനസ് എക്സ് പ്ലസ് c2 e പവർ 2x ആണ് അതിന്റെ ജനറൽ സൊല്യൂഷൻ. അതാണ് നിങ്ങൾ ഓർമ്മ വേണ്ടത്, ജനറൽ സൊല്യൂഷൻ. ഓക്കെ, വേറൊരു എക്സാമ്പിൾ. y ഈക്വൽ ടു ഇ പവർ എക്സും y1 ഈക്വൽ ടു ഇ പവർ എക്സ് ആൻഡ് y2 ഈക്വൽ ടു 3 ഇ പവർ എക്സ് ആർ സൊല്യൂഷൻസ് ഓഫ് ദിസ് y2 ഡാഷ് മൈനസ് 2y ഡാഷ് പ്ലസ് y ഈക്വൽ ടു 0. ഇത് രണ്ടും ആദ്യം നിങ്ങൾ y1 എടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, 0 കിട്ടും. y2 എടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കുക, 0 കിട്ടും. അങ്ങനെയാണെങ്കിൽ y1 ബൈ y2 എന്താണ്? y1ഉം y2 ഇതിന്റെ സൊല്യൂഷനാണ്. ഇനി y1 ബൈ y2 എന്തായിരിക്കും? y2 ബൈ y1, y2 ഈക്വൽ 3y1 or y2 ഡിവൈഡ് ബൈ y1 എന്താ? 3 ആണ്. അപ്പോൾ y2ഉം y1ഉം ലീനിയർലി ഡിപ്പെൻഡന്റ് ആണ്, ഇൻഡിപെൻഡന്റ് അല്ല. അതുകൊണ്ട് ഇതിന്റെ ബേസിസ് അല്ല. y1ഉം y2ഉം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ബേസിസ് അല്ല. y1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് y2 എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ y2 ബൈ y1 ഈക്വൽ ടു 3. അതുകൊണ്ട് ഇതിന്റെ ബേസിസും അല്ല, ഫണ്ടമെന്റൽ സൊല്യൂഷനും അല്ല. അതുകൊണ്ട് c1 ഇ പവർ എക്സ് പ്ലസ് c2 3 ഇ പവർ എക്സ് ഇതിന്റെ ജനറൽ സൊല്യൂഷനും അല്ല. ഇതാണ് നിങ്ങൾക്ക് ഓർമ്മ വേണ്ടത്. ഓക്കെ, നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നമുക്ക് ഇനി ബാക്കിയുള്ള ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആൻഡ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലം അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യും. ഓക്കെ, താങ്ക് യു.